Hey guys, welcome back to the channel Travel Vlog Byron. Guys, ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോയ്ക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ ആദ്യം തന്നെയാണ്. നമ്മളാണെങ്കിൽ സ്ഥലമൊക്കെ കണ്ടില്ലേ, അതേ ഒരു സ്പോട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ശകലം മാറി വേറൊരു കടമുണ്ട്. അവിടെയാണ് നമ്മൾ എന്തായാലും ഇന്ന് ഫിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അമ്മമാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മീൻ ഏതാണ്ട് കിട്ടിയെന്നൊന്ന് പറഞ്ഞിട്ടുമുണ്ട്. അന്നേരം നമുക്കാണെങ്കിൽ നേരെ എന്നിട്ട് അത് കണ്ടിട്ട് വരാം. ഇനിയും ബാക്കി നമുക്ക് ഇന്ന് കുറേ മീനുകളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇതൊക്കെ പിന്നെ ഒരു ഭാഗ്യമല്ലേ. പിന്നെ അമ്മമാർ പറയുന്നുണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെന്ന് മീനൊക്കെ. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ബാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്ന വഴി കണ്ടില്ലേ, താണ്ട് ഈ ഒരു വഴിയാണ് വന്നത്. നമുക്കത് ആ വഴി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമുക്കാണെങ്കിൽ അത് ടൈമില്ല. അതെല്ലാം നല്ല ചള്ളയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ആ വഴി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ഈ വഴിയൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം ഒരു വൈൽഡ് ഫീൽഡില്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ആരുടെയും വലിയ ശല്യമൊന്നുമില്ല. നമുക്ക് പിന്നെ സമാധാനമായിട്ടാണെങ്കിലും ഈ മീനൊക്കെ പിടിക്കുകയും ചെയ്യാം. ഒത്തിരി ആളും അനക്കമൊക്കെ കേട്ട് കഴിഞ്ഞാൽ മീൻ പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ കാരണം നമ്മൾ പിന്നെ ഇങ്ങോട്ട് ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. ഇപ്പം അവിടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുകയും ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനുള്ള കണ്ടൻറ്റ് ഉണ്ടെങ്കിലേ ഞാനത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പുതിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, പിന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. നിങ്ങളാണെങ്കിൽ അവസാനത്തേക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കണം. കണ്ടാ, അങ്ങനെ നാണ്ട് നമ്മൾ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ തന്നെ ഇവന്മാർ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആറ് കണ്ടില്ലേ, അവർ ഇവിടെ നിൽക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇത് തീറ്റയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പുഷ്ടിയും പിന്നെന്താ പുഷ്ടിയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്തൊരു സംഭവം കേട്ടോ. അത് മാത്രമല്ല, അതാണ്ട് നമ്മുടെ ഇപ്പം കാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങുവാണ്. ഇതാണ് നമ്മുടെ സ്പൈഡർ കേട്ടോ. ഇത് നമ്മുടെ റീലും റോഡ് ഇന്നലത്തെ അല്ല, പുതിയൊരു റീലും റോഡുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടി ഇതിനകത്ത് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടെന്നാണ് ഇവന്മാർ പറയുന്നത്. നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളിവിടെ ഒരു ചൂണ്ട കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, കൊള്ളാലോ. എന്തായാലും വന്നതിന് ഉപകാരമുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഏത് മീനാടാ? ഇത് ഗൈസ്, ഇവിടെ കൂരൻ എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഇവിടെ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ, ജീവൻ പോകാതിരിക്കാൻ വേണ്ടി. എന്തായാലും നമുക്ക് അടുത്ത മീനെ പിടിച്ചുകൊണ്ടിരിക്കാം. അന്നേരത്തേക്ക് ഇത് നമുക്ക് ഇവിടെ ഇട്ടേക്കാം. ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കൂരുവാള എന്ന് പറയുന്ന ഒരു മീനാണ്. നമുക്കാണെങ്കിൽ കുറച്ച് മുമ്പ് ഒരെണ്ണം അടിച്ചിട്ട് പകുതി വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു. എന്തായാലും നമ്മൾ അതിനുവേണ്ടിയാണ് ഇപ്പം അടുത്ത കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സംഭവം ഈ പുഷ്ടിയാണെങ്കിൽ ഞാൻ ഇതിനകത്തോട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ പേരെന്തോടാ? ഇത് സ്പൈഡർ എന്ന് പറയും. സ്പൈഡർ. ഈ ഒരു സാധനം ഫുള്ളോ? ഫുള്ളായിട്ട് ഇങ്ങനെ അത് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയതാണ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇത് എന്തായാലും ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇതിനകത്ത് പുഷ്ടി നമ്മൾ കയറ്റി വെക്കുന്നത്. ഇത് കറക്റ്റായിട്ട് കുഴച്ചില്ലെങ്കിൽ എറിയുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോലെ. കണ്ടില്ല, അവസാനം നമ്മൾ കുഴച്ചിട്ട് ആ സ്പ്രിങ്ങിൻ്റെ മണ്ടയ്ക്കോട്ടാണെങ്കിൽ നമ്മൾ ഓരോ ചൂണ്ടയുടെ കൊളുത്ത് ഇങ്ങനെ കോർത്ത്
വാളയൊക്കെ പിടിക്കാൻ നേരം നമ്മൾ നേരെ ഇതുപോലുള്ള ഹോളോ അല്ലെങ്കിൽ ട്യൂബോ അല്ലെങ്കിൽ അതിനകത്ത് ഈ നമ്മൾ ഈ റോഡ് വെക്കും. വെച്ച് കഴിഞ്ഞ് നമ്മളിതുപോലെ ഡ്രാഗ് ഇട്ട് വെച്ചിരിക്കും. ഒരെണ്ണം നമുക്ക് അന്നേരം അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരെണ്ണം എന്തായാലും നമുക്ക് അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടില്ലേ, കുറച്ച് മുമ്പ് നമുക്ക് ഒരെണ്ണം മിസ്സായതേ ഉള്ളൂ. ഇത് കിട്ടിയ ഭാഗ്യം. പിന്നെ നമ്മളിങ്ങനെ ഇതിനാണ് നമുക്ക് പേഷ്യൻസ് വേണ്ടത്. നമ്മളാണെങ്കിൽ ക്ഷമിച്ച് ഇങ്ങനെ ഇരിക്കണം. ആണ്ട് ഗായ്സ്, കിട്ടി ഗായ്സ്. ഗായ്സ് അങ്ങനെ ഒരെണ്ണം കിട്ടി ഗായ്സ്. പോയി അള്ളിപ്പിടിച്ചോ ഗൈസ്, അങ്ങനെ ഒരെണ്ണം കിട്ടി ഗൈസ്. ഇതേതാണ് മീൻ ഗൈസ്. എന്തായാലും എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂരൽ എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഏരിയ കൂരൽ എന്ന് പറയുന്ന മീനാട്ടോ. അതുകൊണ്ട് ഇത്രയും വലിയൊരു ആരില്ല. നമ്മളാണെങ്കിൽ ഇങ്ങനെ ക്ഷമിച്ചിരിക്കണം. അവസാനം നമുക്ക് എന്തായാലും കിട്ടാതിരിക്കത്തില്ല. എന്താണ് ഇപ്പം അടുത്ത തീറ്റ നമ്മൾ സെറ്റാക്കി വെക്കാൻ വേണ്ടി അവൻ പോയിട്ടുണ്ട്. എന്തായാലും കണ്ടില്ലേ, സ്വന്തമായിട്ട് പിടിച്ചല്ലെങ്കിലും ഇതുപോലൊരു മീനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇവന്മാർ എനിക്ക് ഭാഗ്യം തരുന്നുണ്ട് കൈസ്. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് കൂടെ പഠിച്ച കണ്ടില്ലേ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഇരുന്നതിന് എന്തായാലും നമുക്കാണെങ്കിൽ ഇത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ബലം കിട്ടിയിട്ടുണ്ട്. അന്നേരം ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് നിർത്താൻ പോകുന്നില്ല. എന്തായാലും അടുത്തത് നമ്മൾ പിന്നെന്താണ്ട് തീരെ സെറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക. എന്നാലും ഇതിനെ നമ്മളാണെങ്കിൽ അടുത്ത കവറിനകത്ത് എടുത്ത് നമുക്ക് അടുത്ത പിടിക്കാൻ നോക്കാം. അവസാനം എന്തായാലും എല്ലാ മീനെ ഞാൻ കാണിക്കാം നിങ്ങൾ. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. ഈ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ ഉണ്ടല്ലേ നിങ്ങൾ, ചുറ്റും നമുക്കാണെങ്കിൽ കാട് പോലത്തെ ഒരു വ്യൂ. ആറ് ശല്യമില്ല. സമാധാനമായിട്ട് നമുക്കാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിഷിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കണ്ടില്ലേ. പിന്നെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇതുപോലെ ഈ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ഇതുപോലെ ചുമ്മാ കുറച്ച് നേരം ചില്ലടിച്ചിരിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം. ഇപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആറ്റിൻ്റെ തീരത്തൊക്കെ വന്ന് ഇരിക്കുമ്പം അറ്റ്ലീസ്റ്റ് നീന്തൽ അറിയാവുന്ന ഒരാളെ കൂട്ടിയേ വന്നിരിക്കാവുള്ളൂ. ഒന്നാമത്തെ കാര്യം. ഡേഞ്ചറാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ നീന്തൽ അറിയാവുന്നൊക്കെ ആൾക്കാരെയും കൊണ്ട് വന്നേ ഇരിക്കാവുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്, മഴയും കൂടെ അല്ലേ. ഗൈസ്, അപ്പം നമുക്ക് നാലാമത്തെ മീനെ കിട്ടിയിരിക്കുകയാണ്. ഇത് ഏതാണ് സാധനം? അപ്പോൾ ഇതും നമുക്ക് നേരെ കൂരിവേള തന്നെ. അപ്പം ഇതും നമുക്ക് നേരെ കൂരിൽ തന്നെ. മറ്റേ നമ്മളാണെങ്കിൽ ഇത് നേരെ ഇതിനകത്ത് ഉടക്കിയിട്ട് തന്നെ ജീവൻ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിലോട്ട് തന്നെ ഇടുക. ആ ഉടക്കുന്ന ഞാൻ കാണിച്ചു തരാം. നമ്മൾ കണ്ട് ഇതിനകത്തോട്ട് ഇപ്പം മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ല, കൂരിൽ തന്നെ. താണ്ട് കൈസ് അടുത്തതും കൂരിൽ തന്നെ. എന്താ കുത്തി കയറിയോ? നല്ലതായിട്ട് ഡാമേജ് ആയോ? താണ്ട് നിങ്ങൾ കണ്ടില്ലേ, ചേട്ടന്മാരൊക്കെ താണ്ട് ഇപ്പം മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഉണ്ട്, അവരിടാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളിത് കണ്ടില്ലേ, നമ്മൾ ഇത്രയും വലിയൊരു ചൂണ്ടയിട്ടിട്ട് അവസാനം ഇതിനകത്ത് ഒരു കുരുങ്ങിയൊരു മീൻ പരൽ കണ്ടില്ലേ. അതിൽ നമുക്കൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഏട്ടക്കൂരി മഞ്ഞക്കൂരി എന്നൊക്കെ പറയും ഈ ഒരു ഏരിയയിൽ. നിങ്ങളവിടെ എന്താ പറയുന്നതെന്ന് അറിയില്ല. അതെന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. കണ്ടില്ലേ, ചെറിയൊരു കുഞ്ഞിന്.
ഫ്രണ്ട്സ് എന്തായാലും നമ്മുടെ ഇപ്പം പിടിച്ചിരിക്കുന്ന എത്രണ്ണം കിട്ടിയ മീനെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഞാനും എണ്ണം കറക്റ്റ് മറന്നുപോയി. കാരണം നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റ് കെട്ടിയിട്ടിട്ടുണ്ട് എല്ലാത്തിനെയും. അപ്പോൾ ഇതേണ്ട് കണ്ടില്ലേ, നമുക്ക് 4 കൂരലാണ് കിട്ടിയിരിക്കുന്നതോ. നമ്മളാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ കൂരുവാളെ പ്രതീക്ഷിച്ച് വന്നേ. അതെന്തായാലും നമുക്ക് ഒരെണ്ണം അടിച്ചിട്ട് അതങ്ങ് പെട്ടെന്ന് പോയി. എന്തായാലും ഈ 4 4 ബാക്കി നമുക്ക് ചെറുത് 2-3 കിട്ടിയായിരുന്നു. അതെല്ലാം നമ്മളാണെങ്കിൽ ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുക. എന്തായാലും തൽക്കാലം ഇവന് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 4 ഞാൻ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ 5ാമത്തെ കിട്ടിയിരിക്കുന്നത്. ഏതാ കിട്ടിയതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതും നമുക്ക് കൂരിയാണ് കൈസ് കിട്ടിയിരിക്കുന്നത്. തീറ്റ് നമ്മൾ പോയിട്ടില്ല, പക്ഷേ അത്യാവശ്യം വലിയൊരു മഞ്ഞക്കൂരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ? എന്തായാലും ഈ ഒരു ടൈം ആകുമ്പോൾ ഇനി മഞ്ഞക്കൂരി ആയിരിക്കും നമുക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത്. എന്തായാലും ഇതങ്ങ് എടുത്തു. പിന്നെ ഒരു കാര്യം എന്താണ്, നിങ്ങൾ ഈ സാധനത്തിൻ്റെ കൊമ്പ് കണ്ടില്ലേ, ഈ ചെറുതായിട്ടിരിക്കുന്നത്. ഈ കൊമ്പ് നമ്മുടെ കയ്യെ കുത്തി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു കഴച്ച് കയറുന്ന വേദന കേട്ടോ. ഇതതുകൊണ്ട് അത്യാവശ്യം ഡേഞ്ചറാണ്. ഇതിനെ പിടിക്കാൻ തന്നെ ഒരു ഞാക്കുണ്ട്. അത് നമുക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇതിനെ എന്തായാലും റിമൂവ് ചെയ്തു. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു ഏട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും നമുക്കാണെങ്കിൽ ഒരു ഏട്ടക്കൂരി തന്നെ കേട്ടോ. എന്തായാലും ഇതിനെ നമ്മൾ എടുക്കുവാണ്. കാരണം നമ്മൾ നേരെ ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകണം. എന്താ ഇവിടം വരെ വന്നതല്ലേ, അന്നേരം നമ്മൾ ഇതിനെ എടുക്കുക. ഇന്നിവിടെ വന്നതിനകത്ത് നമുക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ മീനെ നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും 5-6 മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇനിയും നമുക്ക് ഇതുപോലുള്ള ഫിഷിങ് വീഡിയോസൊക്കെ എന്തായാലും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, ഞാൻ ഈ സംഭവം ഇന്നലെയാണ് ഞാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റീലും റോഡും വെച്ച് ഫിഷിങ്ങിന് വന്നിട്ടുള്ളത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഞാനാണെങ്കിൽ ഇതിൻ്റെ അഡിക്റ്റ് ആയെന്ന് തോന്നുന്നു. കാരണം എനിക്കും അതുപോലെ ക്രേസ് ആയിട്ടുണ്ട്. എന്തായാലും ഇവന്മാരെ ഇന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും. നേരത്തെ ആയിരുന്നെങ്കിൽ ഇവന്മാരാണെങ്കിൽ ഒരു 4-5 പേര് വന്നിട്ട് ഇവന്മാരെല്ലാം കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് നേരെ കാസ്റ്റ് ചെയ്ത് മീനെയും കൊണ്ട് പോകലായിരുന്നു പരിപാടി. ഇപ്പം ഞാൻ വന്ന് നേരെ വീഡിയോ ഒക്കെ ആയിട്ട് കൂടുതൽ അലമ്പായിട്ടുണ്ട് കേട്ടോ. പക്ഷെ സാരമില്ല, കുറച്ച് നാൾ ഇവന്മാർ എന്നെ എന്തായാലും സഹിക്കേണ്ടി വരും. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കല്ല്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ. ഗൈസ് അങ്ങനെ ഒരെണ്ണം കിട്ടി ഗൈസ്. പോയി